അതിനോട് ബഹുമാനം സ്വീകരിക്കാതിരുന്നാൽ, അത് വേണ്ടതുപോലെ ആദരിക്കാതിരുന്നാൽ, വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായൊരു ഭാഗത്തങ്ങനെ വെച്ചു. ഉംറക്ക് പോകുമ്പാരോ സൗജന്യമായി തന്ന ഖുർആനാണ്. ഹജ്ജിന് പോകുമ്പോ കിട്ടിയതാണ് 2ഉം 3ഉം എണ്ണം. വീട്ടിലങ്ങനെ ഭദ്രമായി ഷെൽഫിൽ സൂക്ഷിച്ചു, എടുത്തു നോക്കിയിട്ടില്ല. നമ്മെപ്പറ്റി ഒരു പരാതി ആഖിറത്തിൽ പറയുന്നുണ്ട്. ആര്? നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പരാതി ഖുർആനോദിക്കോ. വഖാല الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. وقال الرسول റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിൽ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഈ സമൂഹം ഇങ്ങനെയാകാനുള്ള കാരണം ഇന്ന ഖൗമി, എന്റെ ജനത, നമ്മൾ അതിൽപ്പെട്ടവരാണോ? ഇന്ന ഖൗമി, എന്റെ സമൂഹം, മുത്തുനബി തങ്ങളെ സമൂഹത്തിൽപ്പെട്ടവരാണോ നമ്മൾ? ശ്രദ്ധിക്കാനും ശിക്ഷിക്കാനുമാണ് ഞാനിത് പറയുന്നത്. മുസ്ലിം വീടുകളിൽ ഖുർആനിന് ബഹുമാനമില്ല. വീടുകൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഖുർആൻ ഖറാബാണ്. നിങ്ങളെ വീടുകളിലൊക്കെ ഖുർആൻ നല്ല രൂപത്തിലാണോ? പേജ് പറഞ്ഞു പോന്നിട്ടാണോ ഉള്ളത്? ചട്ട വെച്ച് കൊടുത്തിട്ടുണ്ടോ? ലാമിനേഷൻ ചെയ്തിട്ടുണ്ടോ? പൊടി പുരണ്ടിട്ടുണ്ടോ? എന്നും ഓതാറുണ്ടോ? നോക്കി പരിപാലിക്കാറുണ്ടോ? ആ ഖുർആനിനെ പറ്റി നല്ലൊരു ബഹുമാനം വേണം. നമ്മുടെ നേതാവിന്റെ പരാതി, ഇന്ന റബ്ബി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഖുർആൻ അവർ ബഹിഷ്കരിച്ചു. ഈ ഖുർആനിനോട് എന്റെ സമൂഹം പിണങ്ങിക്കഴിഞ്ഞു. 2 മണിക്കൂർ അവർ പേപ്പർ വായിക്കും, 1.5 മണിക്കൂർ അവർ മെസ്സേജ് വായിക്കും, 1 മണിക്കൂർ അവർ ഫോൺ നമ്പറുകളിൽ എല്ലാവിധ ഉപകരണങ്ങളും അവരുടെ കമ്മ്യൂണിക്കേഷനുകളും നടത്തും. അതേ സമയത്ത് ഈ ഖുർആൻ അത് ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് എടുത്തു ഓദിക്കോ, എന്നെ ഒന്ന് എടുത്തു നോക്കിക്കോ, നിനക്ക് ദുനിയാവുണ്ട്, ആഖിറമുണ്ട്, ബഹുമാനമുണ്ട്. ഒറ്റക്ക് നീ കിടക്കുന്ന ഖബറിൽ നിനക്ക് താരാട്ടുപാടാൻ ഞാൻ വരുന്നുണ്ട്. നിന്റെ ശരീരത്തിന് പുഴുവരിക്കാതിരിക്കാൻ മഹാന്മാര് നല്ല ഹൈപ്പവറിൽ പോയി കിടക്കുന്നു അവരുടെ ഖബറുകളിൽ. ഖുർആനിനോട് ബഹുമാനം പാലിച്ചതുകൊണ്ട് 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അവരെ ഖബറിൽ ചിതലരിച്ചിട്ടില്ല. കഫം പുടക്ക് കേടുവന്നിട്ടില്ല, പഞ്ഞി പോയിട്ടില്ല, അത്തറ് പോയിട്ടില്ല. എന്തൊരു സുഖത്തോടെയാണ് അവർ അന്തിയുറങ്ങുന്നത്. ഖുർആനിനോട് ബഹുമാനം പാലിച്ച മഹാനല്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒറ്റ ഉദാഹരണം പറയട്ടെ, ആ ബഹുമാനത്തിന് അല്ലാഹു കൊടുത്ത ബഹുമാനം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിച്ച കാലത്ത് അന്നുള്ള രാജാവിന് ചില മുഅ്തസിലത്തിൽപ്പെട്ട ആളുകളുടെ സ്വാധീനം കൊണ്ട് ആ രാജാവിനെ കൊണ്ട് പണ്ഡിതന്മാരെ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഒരു പുതിയ വാദവുമായി രാജാവ് മുന്നോട്ട് വന്നു. അള്ളാഹുവിന്റെ ഖുർആന് മഖ്ലൂഖാണ് എന്ന് പറയണം, ഖുർആന് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാൻ പറ്റൂല, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിന് സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. കഅബ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, കുർസി അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ലൗഹും ഖലമും അർളും സമാവാത്തും ശംസും ഖമറും നുജൂമും ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് ഖദീമായ കലാമാണ്. അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. ഒരുപാട് പണ്ഡിതന്മാരെ ജയിലിലടച്ചു രാജാവ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കൂല. ആദ്യഘട്ടത്തിൽ വീട്ടു തടങ്കല്ലാക്കി, പുറത്തിറങ്ങാൻ മാനവർക്ക് പെർമിഷൻ ഇല്ല. ദർസ് മുടങ്ങിപ്പോയി, ജമാഅത്ത് മുടങ്ങിപ്പോയി. വീട്ടിലുള്ളവരെ വെച്ച് വീട്ടിൽ ജമാഅത്ത് നിർവഹിക്കും, ജുമുഅക്ക് പോലും തടസ്സം വന്നുപോയി. എന്തേ സഹോദരങ്ങളെ ചെയ്ത കുറ്റം കുറ്റമാണോ? അല്ല. അള്ളാഹുവിന്റെ ഖുർആനിന് ബഹുമാനത്തിന് എതിരാകുന്നൊരു ഭാഷ,
എന്റെ ജീവിതത്തിൽ നിന്നതൊരിക്കലും ഉണ്ടാകൂല. വിശുദ്ധ റമദാനിലല്ലേ കാരാഗ്രഹത്തിൽ അടച്ചത്. നോമ്പ് നോറ്റ മഹാനവറുകളെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടി വന്നുപോയി. ഒന്നാമത്തെ അടി ചാട്ടവാറ് കൊണ്ടുള്ള അടി ശരീരത്തിൽ വന്നപ്പോ മഹാനവറുകളുടെ മറുപടി എന്താണ്? ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ അടി സ്വീകരിക്കുന്നത് ആരംഭിക്കട്ടെ. ഞാൻ ഇവിടെ അടിയേൽക്കുന്നത് എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതിന്റെ പേരിലല്ല, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ മനോവിഷമം ഏർപ്പെടുത്തിയതിന്റെ പേരിലല്ല. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, അതിനോട് ബഹുമാനത്തിനെതിരായ ഒരു ഭാഷ പറയണമെന്ന് രാജാവിന്റെ ഭാഷ്യം, അത് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. രാജാവിനെ അനുകൂലിക്കുന്ന, രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന മുബത്തദികളുടെ വാദമാണത്. ഒരിക്കലും അത് സമ്മതിക്കാൻ എന്നെ കിട്ടില്ല. തുറന്നു പറഞ്ഞു മഹാനവർകൾ, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, സൃഷ്ടി എന്ന് പറയാൻ ഞാനില്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിനനുസരിച്ച ബഹുമാനം നൽകേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ശിക്ഷ ഭയന്നിട്ട് അത്രയും കടുത്ത ശിക്ഷ കൊടുക്കുന്ന രാജാവാണ്. ജീവനെ പേടികൊണ്ട് അവര് പറഞ്ഞു, തൽക്കാലം രക്ഷ കിട്ടാൻ വേണ്ടി 4 വിരലിങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇഞ്ചീല്, സബൂറ്, തൗറാത്ത്, ഫുർഖാന് ഇത് 4 മഖ്ലൂഖാണ് എന്ന് പറഞ്ഞു. ഇത് 4 മഖ്ലൂഖാന്ന് പറഞ്ഞ അവര് പറഞ്ഞ മഖ്ലൂഖാന്നല്ല, ഈ 4 വിരല് മഖ്ലൂഖാണ്. അതിനകത്ത് 4 ഉയർത്തിയത്, 4 വിരലിങ്ങനെ ഉയർത്തിയിട്ട് അവര് പറഞ്ഞു ഇത് 4 മഖ്ലൂഖാണ്. ഇത് 4 മഖ്ലൂഖ് തന്നെയാണല്ലോ, സൃഷ്ടിയാണല്ലോ. തൽക്കാല രാജാവിന്റെ ശിക്ഷ ഭയന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ ചെയ്തതാണ്. അതിലവർ കുറ്റക്കാരൊന്നുമല്ല. പക്ഷെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലല്ല, വ്യംഗ്യമായി പറയാനൊന്നുമില്ല, വ്യക്തമായി തന്നെ പറയും, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ, അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. അത് അംഗീകരിക്കൂല. ചാട്ടവാറ് കൊണ്ട് 10-25 അടി നോമ്പ് നോറ്റുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ഏൽക്കുകയാണ്. സഹോദരങ്ങളെ, ആ അടി കൊള്ളുന്ന സമയത്ത് 2 കൈയും ബേക്കോട്ട് പിടിച്ച് ഭദ്രമായി കെട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അടിക്കുമ്പോൾ മേൽവസ്ത്രമുണ്ട്, പിന്നീട് മേൽവസ്ത്രം ഒഴിവാക്കി അരമുണ്ട് മാത്രമാണ് ശരീരത്തിലുള്ളത്. തുരുതുരാ അടി വരുന്ന സമയത്ത് അരമുണ്ട് ഉരിയാൻ തുടങ്ങി. അതഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ജയിലിലുള്ള ആളുകൾ ആരും വന്ന് തുണിയെടുത്ത് തരൂലല്ലോ. തുണി അഴിയുക എന്നത് വലിയ മാനക്കേടല്ലേ. മഹാനവർകൾ മുകളിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ വിളിച്ചു, അള്ളാഹുവേ, നിന്റെ അർശിന്റെ ഇസ്മ കൊണ്ട്, നിന്റെ മഹത്തായ ഇസ്മ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്റെ നഗ്നത നീ വെളിവാക്കരുതേ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കണ്ണൊന്നുയർത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് തുണി യാന്ത്രികമായി മുറുക്കപ്പെട്ടു പോയി. പിന്നീട് ആ തുണി ഉരിഞ്ഞിട്ടില്ല. ഭദ്രമായ നിലക്ക് മഹാനവറുകളെ പൂട്ടിയിട്ട് ശിക്ഷിച്ചു, ഭക്ഷണം കൊടുക്കാതെ വേദനിപ്പിച്ചു, പലപ്പോഴും വന്ന് കുത്തുവാക്കുകൾ പറഞ്ഞു നോവിപ്പിച്ചു. പക്ഷേ മഹാനുഭാവൻ അനങ്ങിയില്ല. അങ്ങനെ ശിക്ഷ അനുഭവിച്ച് നല്ലവണ്ണം ജയിലിൽ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആരാണത്? ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നു ആരെ? ഖുർആന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഷാഫി ഇമാം തങ്ങളോട് പറയുന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയൂ. ആ ക്ഷമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകുന്നുണ്ട്. ക്ഷമിച്ച് ജീവിക്കാൻ പറയൂ. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷക്ക് ആക്കം കൂട്ടിയ രാജാവിന്റെ സ്ഥാനം തെറിച്ചുപോയി. രണ്ടാമത്തൊരു രാജാവ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ രാജാവ് വലിയ ബഹുമാനിക്കുന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു.
നിരപരാധിയാണെന്ന് തെളിയിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് മോചനം കൊടുത്തു. മഹാനവറുകളെ മോചനം കിട്ടിയ ശേഷം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദർസ് നടത്താനും വഅദ് പറയാനും ദീനിന്റെ ഖിദ്മത്തിനും സൗകര്യം കൊടുത്തു. അപ്പോഴാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനെ വിളിച്ചിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ആ കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്തോഷ വാർത്തകൾ മുഴുവനും എഴുതിയിട്ട് അതാ പറഞ്ഞേക്കുന്നു മോനെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന സ്ഥലത്ത് പോയി ഈ കത്ത് കൈമാറി കൊടുക്കൂ. ആ കത്ത് കിട്ടിയപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു ശിഷ്യനോട്, മോനെ നീ ഇത് തുറന്നു വായിച്ചോ? ഇല്ല, ഞാൻ തുറന്നിട്ടില്ല, ഉസ്താദ് തന്നതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് തന്നതാണ്. കത്ത് തുറന്നുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വായിക്കുമ്പോ മഹാനവറുകൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. കത്തിലുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിശാറത്താണ്, സന്തോഷ വാർത്തയാണ്. ഖുർആനിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഖുർആനെ പറ്റി സൃഷ്ടി എന്ന് പറയാൻ ഞാനില്ല. ഖുർആനെ പറ്റി അള്ളാഹുവിന്റെ മഖ്ലൂഖ് എന്ന് പറയാൻ പറ്റൂല. അത് ഖദീമായ കലാമാണ്. അള്ളാഹുവിന്റെ ഖുർആനാണ്, കലാമാൻ. ആ വാദത്തിൽ ജയിച്ചു വന്നില്ലേ? കത്തിൽ അടിഭാഗത്ത് മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ മേൽവസ്ത്രമായി ധരിച്ചിരുന്ന കുപ്പായം ഈ ശിഷ്യന്റെ കൈവശം കൊടുത്തേക്കണേ. ഉസ്താദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കണ്ട ബഹുമാനം എന്താണ് സഹോദരങ്ങളെ? നിസ്കരിക്കുമ്പോ ധരിച്ചിരുന്ന കുപ്പായമല്ല ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. അത് സൃഷ്ടിയാണെന്ന് പറയാൻ പാടില്ല, അത് അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ്. ആ വാദത്തിൽ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു ഉറച്ചു നിന്നപ്പോൾ എത്ര പീഡനങ്ങൾ വന്നിട്ടും പരീക്ഷണങ്ങൾ വന്നിട്ടും കുലുങ്ങാത്ത പർവ്വതം പോലെ നിന്നപ്പോ അടികിട്ടിയ സമയത്ത് നിങ്ങൾ ധരിച്ച കുപ്പായമില്ലേ, ആ കുപ്പായത്തിന് ബഹുമാനമുണ്ട്. ശിഷ്യൻ തിരിച്ചു മറുപടിയുമായി തിരിച്ച് ഷാഫി ഇമാം തങ്ങളുടെ ഹദ്റത്തിലെത്തിയപ്പോ ശിഷ്യനോട് ചോദിക്കുന്നു, ഈ കത്ത് മാത്രമാണോ തന്നത്, വേറൊന്നും തന്നില്ലേ? കത്ത് മാത്രമാണോ മോനെ നിന്റെ കയ്യിൽ തന്നത്, വേറൊന്നും തന്നില്ലേ? തന്നിട്ടുണ്ട്, കുപ്പായം തന്നിട്ടുണ്ട്. വേഗം ഒരു പാത്രം വെള്ളം കൊണ്ടുവാ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ഒരു പാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കുന്നു. ഹാഫിദ് ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം 230 കൊല്ലം കഴിഞ്ഞിട്ട് മഹാനവറുകളുടെ ചാരത്ത് കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരാളെ മറവ് ചെയ്യുന്നതിന് വേണ്ടി തൊഴിലാളികൾ വന്ന് ഖബർ കുഴിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഭാഗം ചുമരങ്ങ് പൊളിഞ്ഞ് ഇങ്ങോട്ട് വീണപ്പോൾ അവർ കണ്ട കാഴ്ച, കഫംപുടയിൽ അങ്ങനെ തന്നെ മഹാനവറുകൾ കിടക്കുന്നു. 230 കൊല്ലം കഴിഞ്ഞിട്ടും കഫംപുടക്ക് തകരാറില്ല, ശരീരത്തിന് ഭാവമാറ്റങ്ങളില്ല. എന്തൊരു ബഹുമാനമാണ് എന്റെ മുസ്ലിം സഹോദരീ സഹോദരന്മാരെ. ഇവിടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോഴേക്ക്, ഉള്ളിലും പുറത്തും രോഗങ്ങൾ വരുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചികിത്സിക്കാറില്ലേ? ഒറ്റക്ക് കിടക്കുന്ന ഖബറില് പുഴുക്കളും ചിതലുകളും വന്ന് തിന്നുമ്പോൾ തടയാനുള്ള ബഹുമാനമുണ്ടോ? ശരീരത്തിനുണ്ടോ? ഖൽബിനുണ്ടോ? കാത് വന്ന് കടിക്കുമ്പോ കാതിന് തടയാനുള്ള ബഹുമാനമാണ് ഖുർആന് കേൾക്കുന്നത്. കണ്ണ് ഒടിഞ്ഞു പോകാതിരിക്കാനുള്ള ബഹുമാനമാണ് ഖുർആനിലേക്ക് നോക്കുന്നത്. നാവിലേക്ക് ചിതലുകൾ വന്ന് പുഴുക്കൾ വന്ന് കയറാതിരിക്കാൻ നാവ് കൊണ്ട് ഖുർആൻ ഓദിക്കോ, കൈപിടിച്ച് ഓദിക്കോ, മുസ്ഹഫിലേക്ക് നോക്കി ഓദിക്കോ. പറഞ്ഞു വന്നത് ബഹുമാനം കളയരുത്. ഒരു ബഹുമാനത്തിന്റെ വാക്ക് മാറ്റി പറയാത്തത് കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കിട്ടിയ ബഹുമാനം എത്രയാണ്?
ആദരവത്രയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെറിയ ബഹുമാനമല്ലല്ലോ അല്ലാഹു കൊടുത്തത്. ഒരാൾക്ക് മാത്രമല്ല, രണ്ടാൾക്ക് മാത്രമല്ല, മഹത്തുക്കളായ മഹത്തുക്കൾക്ക് മുഴുവനും ഇതേ രൂപത്തിൽ അല്ലാഹു ബഹുമാനം നൽകിയത് കാണാം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വഅദ് കഴിഞ്ഞ് പരിശോധിക്കുക, ഖുർആൻ ഇരിക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, അതിന്റെ കടലാസുകളും മറ്റും പറഞ്ഞു പോന്നിട്ടുണ്ടോ? ഒട്ടിച്ച് വെച്ചൊരു ബഹുമാനം അതിന് കൊടുക്കണം, നല്ലവണ്ണം പൊതിയിട്ട് കൊടുക്കണം, ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം. ഖുർആൻ ഇരിക്കുന്നിടത്ത് അവിടെ മറ്റു ഗ്ലാസുകൾ വേണ്ട, അവിടെ ടോർച്ച് വേണ്ട, തൊട്ടുരുമ്മി മൊബൈല് വേണ്ട, വേറെ ഏതെങ്കിലും മാക്രി സാധനങ്ങൾ വേണ്ട, പുതുമ നിറഞ്ഞ പൂവുകളോ അലങ്കാര വസ്തുക്കളോ വേണ്ട. ഖുർആൻ ഇരിക്കുന്നിടത്ത് ഖുർആൻ ഇരിക്കട്ടെ. ഖുർആൻ ഇരിക്കുന്നതിനോട് ചേർത്തിരിക്കാൻ പറ്റിയ ഒന്ന് അല്ലാഹുവിന്റെ ദുനിയാവിൽ വേറെയില്ല. ഖുർആനിനോടൊപ്പം ചേർത്തിരുത്തി വെക്കാൻ പറ്റിയത് എന്താണ്? ഖുർആനിലുള്ളത്, ദുനിയാവിലുള്ളത്. എന്താ സഹോദര എങ്ങനെ ഉള്ളത്? ആ ഖുർആനിന്റെ മേലെയാണോ നമ്മുടെ മൊബൈൽ വെക്കുന്നത്? ആ ഖുർആനിന്റെ മേലെയാണോ കണ്ണട വെക്കുന്നത്? നീ എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും നിന്റെ കണ്ണടക്ക് പത്രത്തിന്റെ മേലെ വെക്കാം, ആ കണ്ണടക്ക് ബഹുമാനം ഉണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മേലെ കണ്ണട വെക്കരുത്, കണ്ണട കൂട് വെക്കരുത്, മൊബൈല് വെക്കരുത്, നിന്റെ വാച്ചയിച്ച് വെക്കരുത്. അതൊക്കെ തായോട്ട് വെക്കട്ടെ. കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, 3ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, മുറ്റത്തിരിക്കുന്ന വരാന്തയിലിരിക്കുന്ന വീട്ടുമുഖത്തിരിക്കുന്ന ഉപ്പാപ്പ 10 ഹജ്ജ് ചെയ്ത ഉപ്പാപ്പയാണെങ്കിലും ബഹുമാനമുള്ളത് ആ കുട്ടിക്കാണ്. ആ കുട്ടിന്റെ കയ്യിൽ ഖുർആനാ. ഒന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്താൻ. ആ കുട്ടി വരുന്നത് പത്രവുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് വേറെ എന്തെങ്കിലും മരുന്നുകളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് പൂക്കളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ഖുർആന് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആള് എത്ര ഇൽമു കുറഞ്ഞ ആളാണെങ്കിലും ഖുർആന് കയ്യിലുണ്ടാകുമ്പോ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്തായി വന്നില്ലേ? എന്തൊരു ബഹുമാനമാണ്! ഒന്നുകൂടി പറയട്ടെ, ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ അപശബ്ദങ്ങൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ മ്യൂസിക്കുകൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ശിഷ്യന്മാര് ചോദിച്ചില്ലേ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചിലരുണ്ട് യശ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാന ഉപകരണങ്ങൾ അവർ കാശ് കൊടുത്ത് വാങ്ങും. യശ്തരി ലഹ്വൽ ഹദീസ്, വാർത്താ മീഡിയകൾ കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ അവർ വാങ്ങും. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി. ചോദിക്കുന്നു ശിഷ്യന്മാര്, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? ഇബ്നു അബ്ബാസ് തങ്ങളെ മറുപടി എത്ര കൃത്യമാണ്. ഖുർആനോത്ത് മുടക്കല. ഉപകരണങ്ങൾ ഖുർആനോത്ത് മുടക്കിയ അത്ര, ഖുർആനോത്ത് മുടക്കിയ എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒന്ന് പറയൂ. ഈ മൊബൈൽ കൊണ്ട് ഖുർആൻ മുടങ്ങിയതുപോലെ, ഖുർആനോത്ത് മുടങ്ങിയതുപോലെ വേറെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഖുർആനോത്ത് മുടങ്ങിയിട്ടുണ്ടോ? രാവിലെ നിൽക്കുമ്പോഴേക്ക് റുക്കോയിലും സുജൂദിലുമായി അതിനങ്ങിരിക്കുന്ന മനുഷ്യൻ 10 മണിയായാലും അവന് പ്രശ്നമില്ല, 12 മണിയായാലും പ്രശ്നമില്ല. അവനവന്റെ ശ്രവണപുടങ്ങളിലേക്ക് ഉപകരണങ്ങൾ കുത്തിത്തിരികയിട്ട് 24 മണിക്കൂറും സംഗീതങ്ങളുടെ വിളയാട്ടവുമായി നടന്നാൽ, കോമഡികളുടെ അഭിരുചിമയുമായി നടന്നാൽ, സിനിമയുടെയും നാടകങ്ങളുടെയും കൂത്തരങ്ങുമായി നടന്നാൽ, ഒരു മടുപ്പുമില്ലാത്ത മനുഷ്യന് മുടങ്ങിപ്പോയതെന്താ?
അള്ളാന്റെ ഖുർആനോത്ത് തന്നെ. എന്റെ ഭാഷയല്ല ഞാൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ശിഷ്യന്മാര് ചോദിച്ചതാണ്, വിനോദ വാർത്താ ഉപകരണങ്ങൾ വാങ്ങുമ്പോ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞല്ലോ, എന്താണ്? അന്ന് വരെ വീട്ടിൽ ഖുർആനോതിയിരുന്ന ഉമ്മമാര് ഖുർആനോത്തി എത്ര നിർത്തിപ്പോയി. പ്രായമുള്ളവരുടെ കയ്യിൽ ഒരു പക്ഷേ ഉപകരണങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഒരു മാസം ഒരു ഖത്മ് തീർത്തിരുന്നത് ഉപകരണങ്ങൾ വന്നപ്പോൾ ഒരു ജുസ് പോലും ആകാതെ വന്നുപോയി. കഴിഞ്ഞല്ലോ ഉസ്താദെ, ഒരാൾ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം 12 മാസത്തിൽ 12 ഖത്മ് തീർക്കാൻ കഴിഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. ഇക്കൊല്ലം ഒന്നും തീർക്കാൻ പറ്റിയില്ല. എന്തേ കാരണം? മരിയോന്. ഇവിടെ മരിയോന് എന്ന് പറഞ്ഞാൽ ആരാ? ചില നാട്ടിൽ മരിയോന്ന് പറഞ്ഞ പങ്ങളെ മോന് പറയും. ഇവിടെ ആരാ? ഇവിടെ എല്ലാവർക്കും മരിയോന്ന് അറിയോ? മോളെ ഭർത്താവിനല്ലേ? ആ മരിയോന്ന് തന്നെ ഉദ്ദേശിച്ചത്. മോളെ ഭർത്താവ് വലിയ സ്നേഹമുള്ള ആളാണ്. വലിയ സ്നേഹമുള്ള ആളെന്നെ, കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾ ആദ്യമായിട്ടൊന്ന് ദുബായിൽ പോകുന്നതോട് ഞാൻ ഇതിലല്ല കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞു. ദുബായിൽ പോയി വന്നപ്പോ ഞാനല്ലേ അയാൾ അമ്മോശം കാക്ക എന്ന നിലക്ക് എനിക്കൊരു 25,000 റുപ്യന്റെ ഒരു മൊബൈൽ തന്നു. ഞാൻ അതിങ്ങനെ പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇക്കൊല്ലം 10 മാസമായിട്ട് ഒരു ജുസ് പോലും ഓതാൻ പറ്റിയില്ല. അത്ര വലിയ മഹത്ത. അതാണ് നേരത്തെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ലിയുദില്ലാൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. ശരിയല്ലേ പറയുന്നത്? ശരിയല്ലേ? ബോധ്യപ്പെടുന്നില്ലേ? ബോധ്യപ്പെടുന്നുണ്ട്. കൃത്യല്ലേ സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? ബഹുമാനക്കേടാണത്. ആ ഖുർആനെ കെട്ടിയിട്ടിരിക്കുന്ന, വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ഖുർആനില്ലേ, നാളെ ആഖിറത്തിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അതിന്റെ തഫ്സീറിൽ കാണാം, ഇസ്മായിലുൽ ഹിഖീ തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് കാണാം, നാളെ ഖുർആൻ ആഖിറത്തിൽ പ്രതികൂല സാക്ഷിയായി വരും. എന്നിട്ട് ഖുർആൻ പറയും, ഇവൻ എന്റെ വീട്ടിൽ, അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 10 വർഷം എന്നെ പൂട്ടിയിട്ടു, ഒരു ജുസ് പോലും ഓതിയിട്ടില്ല. ഒരു മാസം ഓരോ ജുസ് ഓതിയിട്ട് ഒരു ഖത്മ് തീർക്കേണ്ടവൻ റമദാനിന് വേണ്ടി എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിക്കുന്നത് വരെ എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിച്ചിട്ടും ഈ ഖുർആനിൽ അവനല്ല ഓതിയത്, മുതല്ലിമീങ്ങൾ വന്നാ ഓതിയത്, നാട്ടുകാര് വന്നാ ഓതിയത്. അവനെപ്പോഴും മിമിക്രിയില. എന്നെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു, പക്ഷെ എന്നെ പരിപാലിച്ചില്ല, എന്നെ നോക്കിയില്ല, എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല. ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ, മുസഹഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ, മുസഹഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈൽ നോക്കി ഓതുന്നതിന് ലഭിക്കൂല. അങ്ങനെയല്ലോ ഉസ്താദെ? മുസഹഫ് ഉള്ളിടത്ത് മുസഹഫല്ലേ നോക്കണ്ടേ? അല്ലേ? നമ്മളെ മടിയാണത്. ഒന്ന് പൊന്തിച്ചോണ്ടൊരു ഖുർആൻ എടുക്കാനുള്ള മടി. എന്തോ ഒരു ഊരവേദന നമുക്ക്. അല്ല, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പാപ്പാര് പിന്നെ വഖഫാക്കിയ മുസാഫ് എത്ര ഉണ്ട് ഇവിടെ? അല്ലെ? ആയിരക്കണക്കിന് മുസാഫില്ലേ? എന്നാണ് ഓതുക? എല്ലാരും കൂടി മരിച്ചിട്ട് അന്ന് ഖത്തോതാനോ? മൊബൈലിൽ നോക്കിയിട്ടല്ല മുസാഫ് ഇരിക്കുന്നിടത്ത് ഓതർ. യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടു നടക്കാൻ സൗകര്യപ്പെട്ടില്ലെന്ന് വരും. അപ്പൊ നമുക്കൊന്ന് ഓതാനൊക്കെ സുഖാണ്. പിന്നെ ഒരു മരിച്ചെടുത്തൊരു 10,000 ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും ഒന്നും മുസാഫ് തരാൻ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ യാസീനൊക്കെ ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ സൗകര്യമാണ്. അതിനൊക്കെ സൗകര്യങ്ങളാണ്, അതൊന്നും എതിരില്ല. പക്ഷെ പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്നിടത്ത് തന്നെ മുസാഫ് അൽക്കഫ് ഉണ്ടാകുമ്പോ ഇതിങ്ങനെ മറിക്കേണ്ട ആവശ്യം ഉണ്ടാവും. മുസാഫ് എടുത്ത് നോക്കിയാ പോരാ. മുസാഫിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ? ഇതല്ല മുസാഫ്, ഇത് മജ്മുഅത്ത് കുത്തുബാണ്. ഇതിന് പലതുണ്ട് അല്ലെ? മാലുണ്ട്, മൗലിദുണ്ട്, പത്രങ്ങളുണ്ട്, വാർത്ത ഉണ്ട്, അഡ്രസ് ഉണ്ട്, നമ്പറുകളുണ്ട്, അല്ലെ? എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത്? മുസാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. മുസാഫ് എന്ന് പറഞ്ഞാല് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മാത്രമുള്ള ഖുർആന്റെ പ്രതി കണ്ടില്ലേ? അതാണ് മുസാഫ്. അതിലേക്ക് നോക്കണ്ടേ? അതിലേക്ക് നോക്കിയിട്ട് നമ്മളെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടണം. ഖുർആനിലേക്കൊക്കെ നോക്കിയിട്ട് ഖുർആനൊക്കെ എഴുതി വെച്ച്, അന്ന് ഓല കാലത്ത് ഖുർആനില്ല, എഴുതി വെച്ച എല്ലിലും തോലിലും ഖുർആൻ നോക്കിയിട്ട് ഓതിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദിയ് റളിയല്ലാഹു അൻഹു. തടവിലായ സമയത്ത് മക്കയില് എന്താണ് ഹുബൈബ് ബിൻ അദിയ് തങ്ങളെ പണി? ഹാരിത്തിന്റെ മകൾ സൈനബ് പറഞ്ഞു, എന്താ പണി? ആ പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ലൊരു തടവുകാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒഴിഞ്ഞിരിക്കുമ്പോ ആ വീട്ടില് എന്നെ അറസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള വ്യഥയല്ല, ഖുർആനോദയാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു,
മക്കയിൽ എവിടെയും മുന്തിരി ഇല്ലാത്ത കാലം. മുന്തിരിക്കുല കയ്യിൽ പിടിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടു. മക്കയിൽ എന്നൊരു തോട്ടത്തിലും മുന്തിരിയില്ല. അത് ഹുബൈബ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു പ്രത്യേക ഭക്ഷണമാണ്. കനിയില്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞാമരത്തിന്മേൽ കായാ നിറച്ചോവർ. മുന്തിരിയില്ലാത്ത കാലത്താണ് മുന്തിരിയും പിടിച്ച് ഭക്ഷിക്കുന്നത്. എന്റെ ബഹുമാനം ഒഴിവുള്ള സമയമൊക്കെ ഖുർആനോത്തിലാണ്. എന്നെ തടയപ്പെട്ടു പോയി എന്ന വിഷമമില്ല. ഞാനിവിടെ വീട്ടു തടങ്കലിലായി എന്ന ബുദ്ധിമുട്ടില്ല. ഭക്ഷണം അല്ല സെപ്പറേറ്റ് കൊടുക്കുന്നു, ഖുർആനോതുന്നു. കഴുമരത്തിലേറ്റിയ ആ ശരീരം 40 ദിവസം കഴിഞ്ഞിട്ടല്ലേ മദീനത്തുനിന്ന് പോയി സ്വഹാബിമാര് ഇറക്കി വെക്കുന്നത്. കണ്ണു പോയിട്ടുണ്ടോ? ഇല്ല. രോമം പോയിട്ടുണ്ടോ? ഇല്ല. നഖം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യാതൊരു ഭേദഗതിയും വന്നിട്ടില്ല. എന്തേ ആ ബഹുമാനം? അവരേറ്റവും ബഹുമാനം കൊണ്ടത് ഖുർആൻ കൊണ്ട് തന്നെ. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ്സതുഹു. ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ്. വഖാസ്സതുഹു അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ്. അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അവർക്ക് ബഹുമാനം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ കൊണ്ട് ഇവിടെയും ബഹുമാനം കിട്ടണം, പരലോകത്തും ബഹുമാനം കിട്ടണം. 2 ലോകത്തും ബഹുമാനത്തിന് അല്ലാഹു തന്ന ഖുർആന് നമ്മളല്ലേ ഖുർആൻ കൊണ്ട് ബഹുമാനം സ്വീകരിക്കേണ്ടത്. അതിനാദ്യത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ നല്ല ഭദ്രമായി സൂക്ഷിക്കണം. രണ്ടാമത്തെ ഒന്ന്, ആ ഖുർആനിരിക്കുന്ന വീട്ടിലെ അപശബ്ദങ്ങൾ മുഴങ്ങരുത്. ഖുർആൻ നാളെ ആഖിറത്തിൽ എതിരായി സാക്ഷി നിൽക്കും. അപശബ്ദങ്ങൾ മുഴങ്ങരുത്. ആ ഖുർആനുള്ള വീട്ടിൽ തെറിപ്പൂരങ്ങൾ ഉയരരുത്. ആ ഖുർആനിരിക്കുന്ന വീട്ടിൽ നല്ല അച്ചടക്കം വേണം, നല്ല ബഹുമാനം വേണം. കാരണം അവിടെ ഖുർആനുണ്ടേ. ഖുർആനുള്ളത് കൊണ്ട് ബഹുമാനമാണ്. ഖുർആനുള്ളത് കൊണ്ട് വലിയ ബഹുമാനം സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന വിശുദ്ധമായ മദീന, ആ മദീനയുടെ മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ഭരണാധികാരിയായ അബൂ ജാഫർ ഉറക്കെ ശബ്ദിച്ചപ്പോ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഇവിടെ അന്തിയുറങ്ങുന്നത് ആരാണെന്ന്? ശബ്ദം പതുക്കെയാക്കി സംസാരിക്കൂ. നിങ്ങൾ രാജാവാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താണ്? നിയമമല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടത്. ശബ്ദം പതുക്കെയാക്കി സംസാരിക്കൂ. ബഹുമാനത്തിനൊരു കുറവുണ്ടാകരുത്. ആർക്കുള്ള ബഹുമാനം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൃഷ്ടികളിൽ അല്ലാഹു ഏറ്റവും ബഹുമാനം നൽകിയതാണ്. ഖുർആൻ സൃഷ്ടിയല്ലല്ലോ, അല്ലാഹുവിന്റെ ഖദീമായ കലാമല്ലേ. ആ കലാം ഇരിക്കുന്നിടത്ത് എങ്ങനെ സഹോദരങ്ങളെ ശബ്ദതരംഗങ്ങൾ മുഴങ്ങുന്നത്, മ്യൂസിക്കുകൾ മുഴങ്ങുന്നത് എങ്ങനെയാണ്? കുടുംബക്കാര് മൊത്തം കൂടിയിട്ട് ബഹളം വെക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഖുർആനില്ലേ? ഖുർആനുള്ള വീട്ടിന് ബഹുമാനമില്ലേ? നമ്മളെ വീട്ടിനൊന്നും എന്താ ബഹുമാനം കിട്ടാത്തത്? ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ഖുർആനുള്ള വീട്ടിന് നല്ല ബഹുമാനമുണ്ട്. അതുകൊണ്ട് അച്ചടക്കത്തോടെയാണ് ആ വീട്ടുകാര് താമസിക്കേണ്ടത്. മ്യൂസിക്കിന്റെ ശബ്ദതരംഗങ്ങൾ അവിടെ മുടങ്ങരുത്. നിങ്ങൾ അഥവാ ട്യൂണ് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും മദ്ഹോ സ്വലാത്തോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ട്യൂണുകളോ വെച്ചോളൂ. മ്യൂസിക് ആ വീട്ടിൽ നിന്ന് മുടങ്ങരുത്. അവിടെ ഖുർആനുണ്ട്. അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. ആരോട് ശബ്ദിക്കുന്നതിനും ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഖുർആൻ ഓത്തിന്റെ ഇടയിൽ ശബ്ദിക്കാൻ പറ്റുമോ? ഇല്ല. ഭൗതിക സംസാരങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ കേൾക്കുമ്പോ ശബ്ദിക്കുക എന്നുള്ള സ്വഭാവം അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, അതേ മുസ്ലിം അല്ലാത്തവരെ സ്വഭാവമാണ്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ഖുർആൻ ഓതുമ്പോ അപശബ്ദം ഉണ്ടാക്കണം. ഖുർആൻ ഓതുമ്പോ നിങ്ങൾ അത് കേൾക്കാത്ത രൂപത്തിൽ ശബ്ദിക്കണം എന്ന് ലോകത്ത് പ്രസ്താവിച്ചവരാരാണ്? വഖാലല്ലദീന കഫറൂ. സത്യനിഷേധികളാണ് ലോകത്ത് അങ്ങനെ പറഞ്ഞത്.
കാരണം ഖുർആൻ കേട്ടിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒഴുകുമ്പോ ഇതവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവർ ചെയ്ത പണിയാണ് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ കേൾക്കാൻ നിർബന്ധിതരായിപ്പോയ എന്ത് ചെയ്യണം? വൽഗൗ ഫീ, അവിടെ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം, ഒച്ചപ്പാടുണ്ടാക്കുക. എന്നാ പിന്നെ കേൾക്കൂലല്ലോ, കേട്ടാലല്ലേ കുടുങ്ങുള്ളൂ. കണ്ടാ, അത് അവരുടെ ഭാഷയാണ്, നമുക്കത് പറ്റൂല. ഉസ്താദേ, നമ്മളെ വീട്ടിൽ ഖുർആനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ റഹ്മത്തും ബർക്കത്തും എങ്ങനെ ഉണ്ടാകും? ഈ ബഹുമാനം സ്വീകരിക്കണ്ടേ? ഈ ബഹുമാനം വേണ്ടേ? നമുക്ക് നല്ലോണം ബഹുമാനം വേണ്ടേ? ഖുർആൻ ഓതുന്നതിന്, ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് മഹാന്മാരൊക്കെ സൂക്ഷിച്ച ബഹുമാനം എത്ര വലുതാ. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് എപ്പോഴും ഉളൂഓടുകൂടെ, ഉളൂ മുറിഞ്ഞു പോയാൽ എഴുത്തവിടെ നിർത്തിയിട്ട് ഉളൂ എടുത്ത് വന്നിട്ട് തഫ്സീർ എഴുതിയെങ്കിൽ ഖുർആനിന്റെ തഫ്സീറാണ്. അപ്പൊ ഖുർആനുള്ള ബഹുമാനം എത്രയാണ്? ഖുർആനുള്ള ബഹുമാനം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. കൈമാറ്റം ചെയ്തു വന്നവര് മുഴുവനും മുതഹ്ഹിരീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ത്വഹാറത്തുള്ളവർക്കല്ലാതെ തൊടാൻ പറ്റൂലല്ലോ. ജനാബത്തുള്ള ആളുകൾക്ക് ഓതാൻ പറ്റൂലല്ലോ, തൊടാൻ പറ്റൂലല്ലോ. ഇത്തരത്തിൽ അള്ളാഹു ബഹുമാനം നൽകിയിരിക്കുന്നത് വേറെ എന്തിനാണ്? അള്ളാഹുവിന്റെ കലാമിനല്ലേ ആ ബഹുമാനമുള്ളത്.